ഇന്ന് ഹജ്ജിനെ കുറിച്ചും ജാതി വിദ്വേഷത്തെക്കുറിച്ചും കേരളത്തിൽ പ്രത്യേകിച്ചും ഈയിടെ ചർച്ചയായ വേടൻ എന്ന റാപ്പ് ഗായകൻ ഈ ജാതീയതയുടെ ഭാഗമായി ആക്രമിക്കപ്പെടുന്നതിനെ സൂചിപ്പിച്ചു. അത് വിസ്തരിച്ച് പറയേണ്ടതോ അദ്ദേഹത്തെ ന്യായീകരിച്ച് ഒപ്പം കൂട്ടേണ്ടതോ ആയ യാതൊരു ആവശ്യം നമുക്കില്ല എന്ന് തോന്നുന്നുവെങ്കിലും അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ചില സാമൂഹികമായ നന്മകൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം എതിർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ അതേക്കുറിച്ച് സൂചിപ്പിച്ച് ഇൻഷാ അല്ലാഹ് ഇസ്ലാമിൻ്റെ മാനവികത ഹജ്ജിൻ്റെ പശ്ചാത്തലത്തിൽ ചെറിയ രീതിയിൽ സമയാധിഷ്ഠിതമായി വിശദീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഹജ്ജിനെ കുറിച്ച് പറഞ്ഞാൽ വിശ്വാസികൾ ശരീരവും സമ്പത്തും ആരോഗ്യവുമൊക്കെ ചെലവഴിച്ച് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ താല്പര്യമായി കൊണ്ടു നടന്ന് ആത്മസംതൃപ്തിയോടുകൂടെ നിർവഹിച്ച് പടച്ചറബിൻ്റെ തീരുമാനങ്ങൾ ശിരസ വഹിക്കാൻ മറ്റെന്തിനേക്കാളും പ്രാധാന്യം നൽകാൻ വിശ്വാസി സമൂഹം തയ്യാറാണെന്ന് ജീവിതം കൊണ്ട് തെളിയിക്കുന്ന പ്രത്യേകമായൊരു ആരാധനാ കർമ്മമാണ്. സമ്പത്തും ശാരീരികക്ഷമതയും യാത്രാ സംവിധാനങ്ങളുമൊക്കെയുള്ളവർക്ക് അത് നിർബന്ധമാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും. എന്താണ് പരിശുദ്ധ ഹജ്ജ് മുന്നോട്ട് വെക്കുന്ന ആദർശം? ഒന്ന്, പൂർവികരാകുന്ന കുറേ മഹാന്മാർ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സ്മൃതിപഥത്തിലുണ്ടാവണമെന്നതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, പുത്രൻ ഇസ്മായിൽ അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മാതാവായ ഹാജറ ബീവി, ഈ മൂന്ന് വ്യക്തിത്വങ്ങൾ ഹജ്ജിൽ എപ്പോഴും സ്മരണയിലെത്തിക്കൊണ്ടേയിരിക്കുന്നു. സത്യം പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ നടന്ന വലിയൊരു വിപ്ലവത്തെ ഓർമ്മിച്ചുള്ള ആണ്ടനുസ്മരണം കൂടെയാണ് ഹജ്ജ്. ഹജ്ജിൻ്റെ ഓരോ കർമ്മത്തിലും ഈ മൂന്ന് മഹാവ്യക്തിത്വങ്ങളുടെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഹജ്ജിൻ്റെ നടത്തം മുതൽ ഹജ്ജിൻ്റെ പ്രത്യേകമായ ആരാധനകൾ ഓരോന്നെടുത്ത് പരിശോധിച്ചാൽ നമുക്കത് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ സന്ദർഭമാണ് ഹജ്ജിൻ്റെ കാലഘട്ടം. ഹജ്ജിന് പോകാത്ത നമുക്കും അതിൽ കുറേയേറെ നന്മകൾ സ്വായത്തമാക്കാനുണ്ട്. വൽ ഫജ്രി വലയാലിൻ അശ്ർ എന്ന സൂറത്തുൽ ഫജ്റിൻ്റെ ആദ്യ ഭാഗം വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് ആ വിശുദ്ധമായ 10 ദിനങ്ങൾ എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജിലെ 10 ദിനങ്ങളാണെന്നാണ്. വേറെയും ചില വ്യാഖ്യാനങ്ങളുണ്ട്. പരിശുദ്ധ റമദാനിലെ അവസാനത്തെ 10 രാത്രികളാണ്, ദിവസങ്ങളാണ് എന്നും പരിശുദ്ധമായ മുഹറമിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ് എന്നും പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. അപ്പോൾ ഈ 3 കൂട്ടം 10കൾക്കും പ്രത്യേകതയുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദുൽഹജ്ജിനാണ് ഈ 10 ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതെന്ന് പറയുന്ന പല പണ്ഡിതന്മാരും ഇസ്ലാം കൽപ്പിക്കുന്ന എല്ലാ ആരാധനകളും ഒരുമിച്ച് കൂടുന്നു ദുൽഹജ്ജിൽ എന്നതാണ് അതിനൊരു കാരണം പറയുന്നത്. നിസ്കാരം, നോമ്പ്, സ്വതക്ക ചെയ്യൽ, ഹജ്ജും. റമദാനിൽ ആദ്യം പറഞ്ഞ 3ഉം നമുക്ക് സാധ്യമാണ്. മുഹറമിലും മറ്റ് ദിനരാത്രങ്ങളിലും ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് സാധ്യമാണ്. നിസ്കരിക്കാൻ പറ്റും, സദക്ക ചെയ്യാൻ പറ്റും, പകലാണെങ്കിൽ നോമ്പെടുക്കാം. പക്ഷെ ഹജ്ജ് അപ്പോഴൊന്നും പറ്റില്ല, അത് സമയബന്ധിതമാണ്. ദുൽഹജ്ജിലാണ് അതിൻ്റെ സന്ദർഭം. അതുകൊണ്ട് ദുൽഹജ്ജ് മാസത്തെ ആദ്യത്തെ 10 ഇസ്ലാം പറഞ്ഞ എല്ലാ ആരാധനകളും ഒന്നിച്ചു ചേരുന്നു. അതുകൊണ്ട് ഈ ദിനങ്ങൾക്ക് വലിയ ശ്രേഷ്ഠതകളുണ്ട്. നോമ്പ് കൊണ്ട് നമുക്ക് വിശുദ്ധരാവാൻ പറ്റും. പരിശുദ്ധമായ ഖുർആൻ പാരായണം, പല പണ്ഡിതന്മാരും വിശദീകരിക്കുന്നത് പോലെ, വിവിധങ്ങളായ ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് പോലെ ദിക്റുകളുടെ വർധനവ്, തസ്ബീഹ്, തഹ്ലീല്, തഹ്മീദ്, സ്വലാത്തിൻ്റെ വർദ്ധിപ്പിക്കൽ, സദഖ വർദ്ധിപ്പിക്കൽ, നമ്മുടെ ബന്ധുമിത്രാദികളോടുള്ള സ്നേഹവും അവരോടുള്ള അടുപ്പവും വർദ്ധിപ്പിക്കൽ, അവർക്ക് വേണ്ടി പ്രയത്നിക്കൽ, നമ്മുടെ സമ്പത്തിൽ നിന്ന് നല്ലൊരു ഭാഗം എടുത്ത് ഉദ്ഹിയ്യത്ത് കർമ്മത്തിൽ ഏർപ്പെടൽ. വളരെ ചുരുക്കിയാണ് ഞാൻ പറയുന്നത്, നമുക്ക് കുറേ കാര്യങ്ങൾ വേറെ സംസാരിക്കാനുണ്ട്. ഉദ്ഹിയ്യത്ത് കർമ്മത്തിൽ ഏർപ്പെടൽ,
എല്ലാ അണ്ടറുതികളും ആചരിക്കുമ്പോൾ നമ്മൾ ഈ ഭക്ഷണ വിതരണം പ്രത്യേകമായി കാണാറുണ്ട്. അബീമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്ന് ഒരു സഹാബി വര്യൻ ഒരു സന്ദർഭത്തിൽ അയ്യുൽ അഅമാലി അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഇത്ആമു തആം, ഭക്ഷണം നൽകലാണ്, ഭക്ഷിപ്പിക്കലാണ് എന്ന് അവിടുന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഉലുഹിയ്യത്തിന് യോഗ്യമായൊരു മൃഗത്തെ ഒരാൾക്ക് ദാനം ചെയ്യുമ്പോൾ അത് ഉലുഹിയ്യത്താവില്ല. ഉലുഹിയ്യത്തിന് യോഗ്യമായ നിബന്ധനകളൊക്കെ ഒരു മൃഗത്തെ നമ്മൾ ഒരാൾക്ക് ദാനം ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾക്ക് ദാനം ചെയ്യുന്നു, അതൊരിക്കലും ഉലുഹിയ്യത്തല്ല. കാരണം അത് മൃഗമാണ്, ഭക്ഷണമല്ല എന്നുള്ളതാണ് കാരണം. നേരം വെച്ച് അതിനെ അറവ നടത്തി ഭക്ഷണമാക്കി അതിൻ്റെ മാംസം വിതരണം ചെയ്യുമ്പോൾ ശ്രേഷ്ഠമായൊരു ദാനമായി മാറുന്നു. ഉലുഹിയ്യത്ത് എന്ന വിശുദ്ധമായ കർമ്മത്തിൽ നമ്മൾ പങ്കുചേരുന്നു. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ നിശ്ചയം തൻ്റെ പുത്രനെ ബലി നൽകാനാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ നിസ്സങ്കോചം അതിന് തയ്യാറായ ചരിത്രത്തിലെ ഏറ്റവും അനർഘമായൊരു സന്ദർഭമുണ്ട്. അതിൻ്റെ ഓർമ്മ പുതുക്കലാണ് പുത്രനെ, അല്ലെങ്കിലും അത്യാവശ്യം കാശൊക്കെ ചെലവഴിച്ച്, കാശൊരു പ്രധാന സംഭവമാണല്ലോ. അള്ളാഹുവിൻ്റെ ആ തീരുമാനത്തിന് നമ്മളും കീഴൊതുങ്ങുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറേ സാമൂഹികമായ സേവനം നിർവഹിക്കാൻ കഴിയുന്നു. നമ്മുടെ മനസ്സിനെയും നമ്മുടെ സമ്പത്തിനെയും ദീനീ കാര്യങ്ങളിൽ ചെലവഴിക്കാൻ നമുക്ക് സാധിക്കുന്നു. ഇങ്ങനെ കുറേ ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചാണ് ഉലുഹിയ്യത്ത് കർമ്മം അള്ളാഹു നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണല്ലോ ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും എന്ന് ഖുർആൻ പറയുന്നത്. ഉലുഹിയ്യത്ത് മൃഗത്തിൻ്റെ മാംസമോ അല്ലെങ്കിൽ രക്തമോ അല്ല അള്ളാഹുവിലേക്ക് എത്തിച്ചേരുന്നത്. അതിനു വേണ്ടി നിങ്ങൾ നടത്തുന്ന താല്പര്യം, നിങ്ങളുടെ തഖ്വ, നിങ്ങളുടെ ഭക്തി, അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തിൽ നിന്ന് നല്ലൊരു ഭാഗം അതിന് മാറ്റിവെക്കാനുള്ള സന്നദ്ധത, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയമായി എന്തും ഞാൻ ചെയ്യാം എന്ന നിങ്ങളുടെ ആ ഒരു ദീനീ പ്രതിപത്തിയാണ് റബ്ബ് താല്പര്യപ്പെടുന്നത് എന്ന് ഖുർആൻ പറയുന്നത്. അപ്പോൾ ഹജ്ജ് ലോക മാനവികതയുടെ സംഗമമാണ്. ഞാൻ ഇൻഷാ അല്ലാഹ് അവസാനത്തിൽ അങ്ങോട്ട് കടന്നു വരാം. എല്ലാവരും വർഗ വിവേചനമില്ലാതെ, ഭാഷാ വ്യത്യാസമില്ലാതെ, വേഷം പോലും വ്യത്യാസമല്ലാതെ എല്ലാ നാട്ടുകാരും ഒരുപോലെ റബ്ബിൻ്റെ മുമ്പിൽ നിസ്സാരരാണ് നാം എന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല, ജീവിതം കൊണ്ട് തെളിയിച്ചാണ് ഹജ്ജിന് ഒരുമിച്ച് കൂടുന്നത്. സംഘർഷങ്ങളില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കുതികാൽ വെപ്പുകളില്ല. എനിക്കവിടെ ഇവിടെ എന്നും പറഞ്ഞിട്ട് ആരും മേലെ നിൽക്കാൻ ശ്രമിക്കുന്നില്ല. എൻ്റെ തൊട്ടടുത്തുള്ളത് നീഗ്രോ വംശജനായ ഒരാളാണ്, അതുകൊണ്ട് അയാളെ ചേർന്ന് ഞാൻ നിസ്കരിക്കില്ല എന്ന് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു ദുർബലമായ നിമിഷത്തിൽ അബദ്ധത്തിൽ പോലും തോന്നുന്നില്ല. പിന്നെ എല്ലാവരും ഏകോദര സഹോദരന്മാരായി ലോകത്തിൻ്റെ മുന്നിൽ എല്ലാവരും അനുകരിക്കേണ്ട മാനവികതയുടെ ഒരു പ്രഘോഷണം അന്ന് കൃത്യമായി നടക്കുന്നു. അത് കേവലം നാട്യങ്ങളല്ല, മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പടച്ച റബ്ബ് അതാണ് നമ്മളിൽ നിന്ന് അർത്ഥിക്കുന്നത്, ആശിക്കുന്നത് എന്ന ബോധ്യത്തോടു കൂടെ നമ്മൾ നിർവഹിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഹജ്ജ് മാനവികതയുടെ ഏറ്റവും ഗംഭീരമായ പ്രകടനമായി മാറുന്നത്. ഇൻഷാ അല്ലാഹ് ഹജ്ജിന് പോകാത്തവരുണ്ട്, അള്ളാഹു അവർക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ വർഷം ഹജ്ജിന് പോകാത്ത നമ്മളെ പോലെയുള്ള ആളുകൾ, അവിടെ ഹജ്ജാജിമാർ നമ്മുടെ പ്രതിനിധികളായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന് സത്കർമ്മങ്ങളുമായി കൂടി പ്രാർത്ഥനാനിരതമായി കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് കഴിയുമ്പോൾ അവർക്ക് പിന്തുണയായെന്ന വിധം അല്ലെങ്കിൽ പോലും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. അത് നമ്മുടെ ഒരു ബാധ്യതയാണ്. നമ്മൾ കുറേ ആളുകളെ പറഞ്ഞയച്ചു, അവർക്ക് പിന്തുണ നമ്മളിവിടെ നൽകിക്കൊണ്ടിരിക്കണം, അങ്ങനൊന്നുമില്ല. പടച്ച റബ്ബിൻ്റെ വിളി കേട്ടാൽ അവിടെ എത്തുക തന്നെ ചെയ്യും. നമുക്കറിയാമല്ലോ, ലിബിയക്കാരനായിരുന്ന ഒരു പൗരൻ ഈ ഹജ്ജിന് വേണ്ടി പുറത്തിറങ്ങി. അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അവസാനത്തിൽ ഗദ്ദാഫി എന്നുള്ളത് കൊണ്ട് മുഹമ്മർ ഗദ്ദാഫിയെ കുറിച്ച് നമുക്കറിയാം. മുല്ലപ്പൂ വിപ്ലവം എന്നും പറഞ്ഞ് അറബ് നാടുകളിൽ പാശ്ചാത്യ ശക്തികളുടെ പ്രേരണ കൊണ്ടുണ്ടായ ഒരു തോന്നിവാസം ഉണ്ടായിരുന്നു. കുറേ ഭരണകൂടം അതുകൊണ്ടില്ലാതെയായി. ആ കൂട്ടത്തിൽ നഷ്ടപ്പെട്ടൊരു ഭരണമാണ് ലിബിയയിലെ മുഹമ്മർ ഗദ്ദാഫിയുടേത്. അതോടുകൂടി അദ്ദേഹം പാശ്ചാത്യരുടെ കണ്ണിൽ കരടായി മാറുന്നു. ഗദ്ദാഫി എന്ന് പേരുള്ളവരെ പോലും തടഞ്ഞു വെക്കും വിധത്തിൽ ദീർഘകാലം അദ്ദേഹം ഭരിച്ച നാട്ടിലെ പോലും സിസ്റ്റങ്ങൾ മാറി മറിയുന്നു. അങ്ങനെയാണ് ഗദ്ദാഫി എന്ന് പേരുള്ള അദ്ദേഹം തിരസ്കരിക്കപ്പെടുന്നത്. വിമാനത്താവളം ജീവനക്കാർ പറയുന്നുണ്ട്, പൊയ്ക്കോളൂ, നിങ്ങൾക്ക് ഇപ്രാവശ്യം അള്ളാഹുവിൻ്റെ വിളി എത്തിയിട്ടുണ്ടാവില്ല. അയാൾ ഉറച്ചു വിശ്വസിച്ചു, എത്തുമായിരിക്കും, എന്നെ റബ്ബ് സ്വീകരിക്കുമായിരിക്കും. അദ്ദേഹം വിമാനത്താവളം വിട്ടു പോയില്ല എന്നാണ്. ആ വിമാനം മുകളിലെത്തി, അതിന് യന്ത്രത്തകരാറുണ്ടായി. അരമണിക്കൂർ കൊണ്ട് അതേ എയർപോർട്ടിൽ തന്നെ അവർ ഇറങ്ങേണ്ടി വന്നു. തകരാറ് പരിഹരിക്കുന്നതിനിടയിൽ പൈലറ്റിനോട് ആവശ്യപ്പെടുന്നുണ്ട് പല ജീവനക്കാരും, ഇദ്ദേഹത്തെ കൂടെ കൊണ്ടുപോയിക്കോളൂ, പ്രശ്നമൊന്നുമില്ല. പക്ഷെ അയാൾ സമ്മതിച്ചില്ല എന്നാണ്. അങ്ങനെ വിമാനം അയാളില്ലാതെ പറന്നുയർന്നു. ലോകമാധ്യമങ്ങളൊക്കെ പ്രാധാന്യത്തോടുകൂടി അത് റിപ്പോർട്ട് ചെയ്തു. മുകളിലെത്തിയപ്പോൾ പിന്നെയും യന്ത്രത്തകരാറുണ്ടായി. അതേ വിമാനത്താവളത്തിൽ തിരിച്ചിറക്കേണ്ടി വന്നു. അതോടുകൂടെ പൈലറ്റിൻ്റെ മനസ്സലിഞ്ഞു. അയാൾക്ക് ഇതിലെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലായി.
ഇനി ആ യാത്രികനെ കൂട്ടാതെ പോകൂല എന്ന് അയാൾ പിന്നെ വാശി പിടിച്ചു. അയാളെയും കയറ്റി സുഗമമായി അത് മക്കയിലെത്തി. എന്നിട്ട് വിമാന ജീവനക്കാരെല്ലാവരും ഒന്നിച്ചു ചേർന്ന് അദ്ദേഹത്തോടൊപ്പം ഫോട്ടോ ഒക്കെ എടുത്ത് സന്തോഷത്തോടു കൂടി അദ്ദേഹത്തെ പറഞ്ഞയക്കുന്നത് ലോകമാധ്യമങ്ങളൊക്കെ വളരെ പ്രാധാന്യത്തോടുകൂടെ റിപ്പോർട്ട് ചെയ്തു. അള്ളാഹുവിൻ്റെ വിളിയെത്തിയാൽ ഇബ്രാഹിം നബിയുടെ വചനത്തിലൂടെ അള്ളാഹു നമ്മെ എല്ലാവരെയും ഹജ്ജിന് വിളിച്ചതിൻ്റെ ആ ഒരു സന്ദർഭം എത്തിക്കഴിഞ്ഞാൽ ഭൗതികമായൊരു തടസ്സങ്ങളും അതിനെ സ്വാധീനിക്കില്ലെന്നും അവിടെ എത്തുമെന്നുമുള്ളതിൻ്റെ ഏറ്റവും ആധുനികമായൊരു തെളിവാണത് ഈ ഗദ്ദാഫിയുടെ ഹജ്ജ് യാത്ര. അപ്പോൾ വിളിയാളം എത്തിയവരൊക്കെ അവിടെ എത്തിച്ചേരുമെന്നതിൽ തർക്കമില്ല. അവരവിടെ എത്തി സത്കർമ്മങ്ങളിൽ വ്യാപൃതരായിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ നമ്മളും ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ചെറുതൊക്കെ ഇതിൻ്റെ അടിയിലൂടെ ആയിട്ട് ഞാൻ പറഞ്ഞു പോയിപ്പോൾ. സദഖ വർദ്ധിപ്പിക്കുക, തസ്ബീഹ്, തഹലീൽ, ഖുർആൻ പാരായണം, നല്ല മനസ്സ് സൃഷ്ടിച്ചെടുക്കുക, ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും നല്ല രീതിയിൽ വർത്തിക്കുക, നോമ്പ് പരമാവധി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാനതിൻ്റെ ഹദീസുകളിലേക്കൊന്നും കിടക്കണില്ല. മാമിൻ അഅ്മാലിൻ അഹബ്ബു ഇലല്ലാഹി, അള്ളാഹുവിലേക്ക് ഏറ്റവും ശ്രേഷ്ഠമായ അമലുകൾ പരിശുദ്ധമാം ഹജ്ജ് മാസത്തിൽ ആദ്യത്തെ 10 ദിവസം നിർവഹിക്കുന്നതിനേക്കാൾ മറ്റൊന്നില്ലെന്ന് വിവിധ രീതിയിലുള്ള ഹദീസുകൾ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കം നോമ്പിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നു ഈ 9 ദിവസങ്ങളിൽ എന്നും നമുക്ക് ഹദീസിൽ കാണാം. പ്രത്യേകിച്ച് അറഫ ദിവസത്തിൽ. അടുത്ത വെള്ളിയാഴ്ചയാണ് അത് സംഭവിക്കുക. നമ്മുടെ നാട്ടിലുള്ള അറഫ, നമ്മുടെ നാട്ടിലുള്ള ദുൽഹജ്ജ് 9 അനുസരിച്ചാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. അത് മറ്റൊരു ചർച്ചയാണ്, ഞാൻ അങ്ങോട്ട് കിടക്കണില്ല. അപ്പോൾ കുറേ ഹദീസുകളിലുള്ളത് അഭിമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഈ ഒരു 10 ദിവസം നിർവഹിക്കുന്ന അമലിനേക്കാൾ പുണ്യകരമായി മറ്റമലുകളില്ല എന്നാണ്. പാപം പൊറുക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ പ്രത്യേകമായ തസ്ബീഹുകൾ കുറേ കിതാബിലുണ്ട്. കുറേ മഹാന്മാരാകുന്ന പൂർവികന്മാർ ഒരു 10-15 എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഈ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി. ദുൽഹജ്ജ് 10ന്റെ പ്രത്യേകതകൾ മാത്രം പറയുന്ന കിതാബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇന്നലെ ഒരു 100 പേജുള്ള അങ്ങനത്തെ ഒരു കിതാബ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ദുൽഹജ്ജ് 10ന്റെ പ്രത്യേകത മാത്രം പറയുന്ന 10-20ഓളം കിതാബുകൾ ശ്രദ്ധയിൽപ്പെട്ടു. ഒന്നുകൂടെ നമ്മൾ ഡീപ്പായിട്ട് പരിശോധിച്ചാൽ വേറെയും കുറേ കാണും. നമ്മൾ മനസ്സിലാക്കാതെ അങ്ങനെ അങ്ങോട്ട് പോകുന്ന ഇപ്പോൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷത്തെക്കുറിച്ചാണ് ഞാൻ ഓർത്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട യാത്ര വിജയകരമായി അവസാനിക്കാൻ നമ്മുടെ പൂർവിക പിതാവ് ആദം നബിയുടെയും ഹവ്വാ ബീവിയുടെയും ആദ്യ ഭവനമാകുന്ന നമ്മുടെ അടിസ്ഥാന തറവാട്ടിലേക്ക് ഉള്ള യാത്രയിൽ നമ്മെ സപ്പോർട്ട് ചെയ്യാൻ, പിന്തുണക്കാൻ, നമ്മളെ കൈപിടിച്ച് നയിക്കാൻ ഇത്തരം സന്ദർഭങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് എൻ്റെ ആത്മാവിനോടും പ്രിയപ്പെട്ട ശ്രോതാക്കളോടും സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്.